നമ്മൾ 2 ദിവസം മുമ്പ് നമ്മുടെ മെയിൻ ഔട്ട്ഡോർ ടാങ്കിലെ ഓവർഫ്ലോ സൈഫണിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയിൽ നമ്മൾ ഈ ഒരു ചെറിയ ടാങ്കും കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ പറഞ്ഞു ഇതിനകത്തേക്കും നമ്മൾ ആ ഒരു ഓവർഫ്ലോ സൈഫൺ സെറ്റ് ചെയ്യുന്നുണ്ട്. കാരണം 2 ദിവസം മുമ്പ് നല്ല മഴ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ടാങ്കിൽ നമ്മൾ സൈഫൺ സെറ്റ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഒരാഴ്ചയായിട്ട് മഴ പെയ്യാനുള്ള സാധ്യതയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഒരു ഓവർഫ്ലോ സൈഫൺ ഈ ഒരു ടാങ്കിലും സെറ്റ് ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചു. ഈ ടാങ്കിൻ്റെ ഈ കാണുന്ന കോർണറിലാണ് നമ്മൾ സൈഫൺ സെറ്റ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഓൾറെഡി ഈ ഒരു ഓവർഫ്ലോ സൈഫൺ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് നാളായി നമ്മളിത് ഉണ്ടാക്കി വെച്ചിട്ട്, പക്ഷേ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം കുറച്ച് നാളായിട്ട് മഴ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ സെറ്റ് ചെയ്യാതിരുന്നത്. പിന്നെ മാത്രമല്ല, ഞാനിത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വേനൽക്കാലത്തും നമുക്കിത് യൂസ്ഫുൾ ആണ്. കാരണം ഈ ഒരു സൈഫണിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ടാങ്കിലെ വാട്ടർ ലെവൽ വളരെ കൃത്യമായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ ആ ഒരു യൂസും കൂടിയുണ്ട്. കാരണം വെള്ളം നല്ല രീതിയിൽ ഇതിനകത്ത് വറ്റുന്നുണ്ട്. 2-3 ദിവസം മുമ്പാണ് ഞാൻ വെള്ളം ടോപ്പപ്പ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ വാട്ടർ ലെവൽ ചെക്ക് ചെയ്യാനും നമുക്ക് ഈ ഒരു ഓവർഫ്ലോ സൈഫൺ യൂസ് ചെയ്യാം. അപ്പോൾ എന്തായാലും നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ജോയിൻറ്റ് മുകളിലേക്ക് നിൽക്കുന്നത് കണ്ടില്ല, ആ ഒരു ലൈൻ വരെയാണ് നമ്മുടെ ടാങ്കിനകത്ത് വെള്ളം നമ്മൾ നിർത്താനായിട്ട് പ്ലാൻ ചെയ്യുന്നത്. പിന്നെ ഈ സൈഫണിൻ്റെ ഈ ഒരു ഭാഗമാണ് ടാങ്കിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത്. അവിടേക്ക് നമുക്കിതുപോലെ നെറ്റ് കെട്ടി കൊടുക്കാം. ചെറിയ മീനുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നെറ്റ് കെട്ടി കൊടുക്കാം. വലിയ മീനുകളൊന്നാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. ശരിക്കും നെറ്റ് കെട്ടാതിരിക്കുന്നതാണ് നല്ലത്. കാരണം വെള്ളം ഫ്രീ ആയിട്ട് ഫ്ലോ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ അതിന് തടസ്സമൊന്നുമില്ലാതെ ഫുള്ളി ഓപ്പൺ ആയിട്ടിരിക്കുന്നതാണ് നല്ലത്. നെറ്റ് കെട്ടി കൊടുക്കുമ്പോൾ ചെറിയൊരു തടസ്സം വരും. പക്ഷേ ചെറിയ മീനുകളാണെന്നുണ്ടെങ്കിൽ പിന്നെ കെട്ടി കൊടുക്കാതിരിക്കാനായിട്ട് നിവൃത്തിയില്ല. ഈ ഒരു ടാങ്കിൽ ആ ഒരു നെറ്റ് കെട്ടി കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് കുറച്ച് നാൾ മുമ്പ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചതാണ്. അതുകൊണ്ടാണ് ഞാൻ നെറ്റൊക്കെ കെട്ടി വെച്ച് സെറ്റാക്കിയത്. ശരിക്കും ഇതിനകത്ത് അതിൻ്റെ ആവശ്യമില്ല. എന്തായാലും നമുക്കൊന്ന് വെച്ച് നോക്കാം. വെച്ചിട്ട് ഈ നെറ്റ് ഒരു തടസ്സമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഊരി മാറ്റിയിട്ട് തന്നെ നമുക്കിതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ നമ്മൾ ടാങ്കിൻ്റെ നെറ്റ് എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതുപോലെ ഇതുപോലെ നിറച്ച് ചെടികളൊക്കെ കിടക്കുന്ന ഒരു ടാങ്ക് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ സൈഫണിൻ്റെ അടിഭാഗത്ത് നെറ്റ് കെട്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് തടസ്സം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിർബന്ധമായിട്ടും കെട്ടി കൊടുക്കേണ്ട സാഹചര്യമാണെന്നുണ്ടെങ്കിൽ, അതായത് ചെറിയ മീനുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു നെറ്റ് ഇടയ്ക്ക് എടുത്ത് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് തിരിച്ച് കെട്ടി കൊടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം അത് ഉറപ്പാണ് ഈ ഒരു നെറ്റിൻ്റെ അകത്ത് പൂപ്പലും അതുപോലെ തന്നെ ഈ ചെടിയുടെ വേസ്റ്റും കാര്യങ്ങളൊക്കെ വന്ന് തടഞ്ഞിരിക്കുന്നുള്ളത്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. കാരണം രാത്രി സമയത്തൊക്കെ മഴ നിർത്താതെ പെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ നെറ്റിൽ ഇതുപോലെ വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഇരുന്ന് ബ്ലോക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ ഈ സൈഫൺ വർക്ക് ചെയ്യില്ല. പിന്നെ ടാങ്ക് നിറഞ്ഞ് വെള്ളം പുറത്തേക്ക് പോകും, മീനൊക്കെ പുറത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. നെറ്റൊക്കെ നല്ല ടൈറ്റായിട്ട് വലിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വെള്ളം നിറഞ്ഞാലും വലിയ മീനുകളൊന്നും പുറത്തേക്ക് പോകാൻ സാധ്യതയില്ല. പക്ഷേ ചെറിയ മീനുകളും ബ്രീഡായിട്ട് കിടക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നെറ്റിൻ്റെ ഗ്യാപ്പിൽ കൂടെയൊക്കെ പുറത്തേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ ലൂസായിട്ടൊക്കെയാണ് നമ്മൾ നെറ്റ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ഗ്യാപ്പ് വഴിയൊക്കെ പുറത്തേക്ക് മീനുകൾ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് സീനിൽ കാണിച്ച ആ ഒരു ലൊക്കേഷനിലാണ് നമ്മൾ ഈ ഒരു സൈഫൺ വെക്കാനായിട്ട് പോണത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ വെള്ളം ഫുള്ളായിട്ട് ഇതിനകത്തേക്ക് ഫില്ല് ചെയ്യേണ്ടതുണ്ട്. ഇതിനകത്ത് എയർ ഇരിക്കാനായിട്ട് പാടില്ല. അതുകൊണ്ട് നമ്മൾ 360 ഡിഗ്രിയൊക്കെ ഒന്ന് വട്ടം കറക്കുക, വെള്ളത്തിൽ മുക്കി വെച്ചിട്ട്. ഇതേപോലെ നമ്മൾ വെള്ളത്തിൽ മുക്കി വയ്ക്കുക. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ചിരിക്കുക. ഇതിനകത്ത് എവിടെയെങ്കിലും എയർ ബബിൾസ് നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ പുറത്തേക്ക് പോയിട്ട് ഇതിനകത്ത് വെള്ളം മാത്രമായിട്ടാണ് വേണ്ടത്. അതുപോലെ ഈ ജോയിൻറ്റ് കാര്യങ്ങളൊന്നും ലൂസ് ആവാനൊന്നും പാടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനകത്തേക്ക് എയർ കയറും. എയർ കയറി കഴിഞ്ഞാൽ ഇത് വർക്കാവില്ല. പിന്നെ ഈ ഒരു സൈഫൺ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് പശ യൂസ് ചെയ്യാം, അതായത് സ്റ്റാർ ബോണ്ട് യൂസ് ചെയ്യാം ഇത് ജോയിൻറ്റ് ചെയ്യാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് സിലിക്കോൺ പശ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ജോയിൻറ്റുകളിലെല്ലാം അപ്ലൈ ചെയ്ത് കൊടുക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചെറിയ അനക്കം വന്നാലൊന്നും ഈ ജോയിൻറ്റുകൾക്ക് പ്രശ്നമൊന്നും വരില്ല. അപ്പോൾ എയർ കയറാനുള്ള സാധ്യത വളരെ കുറവാണ്. ഈ ഒരു സൈഫണിൽ ഞാൻ ഗ്ലൂ ഒന്നും യൂസ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ജോയിൻറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതുപോലെയാണ് നമ്മൾ പുറത്തേക്ക് എടുത്ത് വെക്കേണ്ടത്. കണ്ടില്ലേ, അതായത് വെള്ളം ഫുള്ള് നിറച്ചതിന് ശേഷം അതിൻ്റെ ഫ്രണ്ട് ഭാഗം നല്ല ടൈറ്റായിട്ട് ഞാനിങ്ങനെ പിടിച്ചിട്ടുണ്ട്, എയർ കയറാത്ത വിധത്തിൽ. എന്നിട്ടാണ് നമ്മൾ ഇങ്ങനെ ഇറക്കി വെക്കേണ്ടത്. അതായത് നമ്മൾ പൊക്കിയെടുത്ത് ഇങ്ങനെ വെക്കുമ്പോൾ അതിനകത്തേക്ക് എയർ കയറാനായിട്ട് പാടില്ല. അപ്പോൾ ഈ ഒരു ഫ്രണ്ടിലെ ഈ ഒരു സൈഡ് മൊത്തത്തിൽ അങ്ങ് അടച്ചു പിടിക്കുക. അതായത് ഈ ഒരു ഭാഗം മൊത്തത്തിൽ എയർ ടൈറ്റായിട്ട് അടച്ചു പിടിച്ചിട്ട് ആ വെള്ളത്തോട് കൂടി നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. ഇത് എയർ ഒന്നും കയറാതെ കറക്റ്റ് ആയിട്ട് സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ടാങ്കിനകത്ത് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടൊന്ന് ഒരു ഓളം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ സെയിം മൂവ്മെൻറ്റ് തന്നെ ഈ ഒരു സൈഫണിൻ്റെ അകത്ത് നമുക്ക് വെള്ളത്തിൽ കാണാൻ പറ്റും. ആ ഒരു വാട്ടർ ചേഞ്ച്, ആ ലെവൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആവുന്നത് നമുക്ക് കൃത്യമായിട്ട് ഇതിനകത്ത് ഈ ഒരു സൈഫണിനകത്തും വെള്ളത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഞാൻ ആദ്യം വെച്ചിട്ട് രണ്ടാമതെടുത്ത് വീണ്ടും വെള്ളം ഫില്ല് ചെയ്ത് നിങ്ങൾ കണ്ടു കാണും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം വെച്ചപ്പോൾ അത് കൃത്യമായിട്ട് വർക്കായില്ല. എനിക്ക് തോന്നുന്നു നെറ്റ് നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് അതിനകത്ത് എയർ ബബിൾസ് നിൽക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് നമ്മൾ രണ്ടാമത് വീണ്ടും എടുത്ത് ഒന്ന് വെള്ളം ഫില്ല് ചെയ്തിട്ട് പിന്നെ വീണ്ടും വെച്ചത്. ഇപ്പോൾ നമ്മളിതേ ഹോസിൽ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് അത് കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു ലെവലിന് മുകളിലേക്ക് വെള്ളം വന്നു കഴിഞ്ഞാൽ ഈ സൈഫണിലൂടെ എക്സസ് ആയിട്ടുള്ള വെള്ളം പുറത്തേക്ക് പോകും. നമ്മൾ സെറ്റ് ചെയ്ത ലെവലിന് മുകളിലേക്ക് വരുമ്പോൾ വെള്ളം ഇതിൽ കൂടെ പുറത്തേക്ക് പോകും. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു മെക്കാനിസമാണ്, എങ്കിലും വളരെ യൂസ്ഫുള്ളാണ്. നമുക്കറിയാം മഴക്കാലത്തൊക്കെ എത്രത്തോളം
നിർത്താതെയൊക്കെയാണ് മഴ പെയ്യുന്നത് എന്നുള്ളത്. ചില സമയങ്ങളിലൊക്കെ രാത്രി മുഴുവൻ നിന്ന് പെയ്യുന്ന സിറ്റുവേഷനൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സൈഫൺ എന്ന് പറയുന്നത് വളരെ യൂസ്ഫുൾ ആണ്. എല്ലാ ടാങ്കുകളിലും ഇത് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതേ വെള്ളം പുറത്തേക്ക് പോയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സാധനം കറക്റ്റായിട്ട് തന്നെ വർക്ക് ആവുന്നുണ്ട്. എയർ ബബിൾസോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ രണ്ടാമത് വെച്ചപ്പോൾ. ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പോൾ ടാങ്കിൽ എത്രത്തോളം വെള്ളം നിൽക്കുന്നുണ്ട് എന്നുള്ളത്. ഇപ്പോൾ ഈ ടാങ്കിൽ കാണുന്ന ഈ ഒരു വെള്ളത്തിൻ്റെ ലെവലുണ്ടല്ലോ, ഇതിൽ നിന്ന് ഒരു തരി വെള്ളം പോലും മുകളിലേക്ക് പോവില്ല. കാരണം ഈ ലെവലിൽ തന്നെ ഈ ഒരു സൈഫൺ വെള്ളം മെയിൻറ്റെയിൻ ചെയ്യും. കാരണം അങ്ങനെയാണല്ലോ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മഴ എത്രത്തോളം തന്നെ നിർത്താതെ പെയ്താലും നമുക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ലെവലിൽ തന്നെ വെള്ളം മെയിൻറ്റെയിൻ ചെയ്ത് പൊക്കോളും. അപ്പോൾ ഈ ഒരു സൈഫൺ എന്ന് പറയുന്നത് വളരെ യൂസ്ഫുള്ളാണ്. ജസ്റ്റ് നമ്മൾ വയറിങ്ങിന് യൂസ് ചെയ്യുന്ന PVC ആണ് ഈ സൈഫൺ ഉണ്ടാക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. 19 mm PVCയും അതുപോലെ തന്നെ 19 mm ജോയിൻറ്റുമാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. ഈ ഒരു ടാങ്കിന് ഈ ഒരു ചെറിയ സൈസ് മതി. പക്ഷേ നമ്മുടെ മെയിൻ ഔട്ട്ഡോർ ടാങ്കിൽ നമ്മൾ വലിയ സൈസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അത് വയറിങ്ങിൻ്റെ PVC തന്നെയാണ്, അല്ലാതെ പ്ലംബിങ്ങിന് യൂസ് ചെയ്യുന്ന കട്ടി കൂടിയ PVC അല്ല. പ്ലംബിങ്ങിന് യൂസ് ചെയ്യുന്ന PVC ഒക്കെ അത്യാവശ്യം വെയിറ്റ് കൂടിയതാണ്. അതിൻ്റെ ആവശ്യമില്ല ഇതുപോലെയുള്ള ടാങ്കുകൾക്കൊന്നും. വയറിങ്ങിന് യൂസ് ചെയ്യുന്ന PVC തന്നെ ധാരാളമാണ്. പിന്നെ നമ്മൾ ഫാമുകളിലൊക്കെ കണ്ടിട്ടുള്ളത് പോലെ വളരെ വലിയ സൈസ് ടാങ്കുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലംബിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന ക്വാളിറ്റി കൂടിയ കട്ടി കൂടിയ വെയിറ്റ് കൂടിയ PVC പൈപ്പുകളും ജോയിൻറ്റുകളൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ സൈഫണിൻ്റെ മറ്റേ അറ്റം, അതായത് ടാങ്കിനകത്തേക്ക് നമ്മൾ വെച്ചിരിക്കുന്ന ആ ഒരു എൻഡ് ഉണ്ടല്ലോ, അവിടെ നെറ്റ് കെട്ടി കൊടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വെള്ളം ഇതുപോലെ ഫ്രീ ആയിട്ട് അങ്ങ് ഫ്ലോ ആയിക്കോളും. നെറ്റ് കെട്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ റെഗുലറായിട്ട് തന്നെ ചെക്ക് ചെയ്യണം. ചെറിയ മീനുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നെറ്റ് കെട്ടി കൊടുക്കാതിരുന്നാൽ ഇതുപോലെ ഇതുവഴി പുറത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നെറ്റ് കെട്ടി കൊടുക്കുന്നുണ്ടെങ്കിൽ അത് റെഗുലറായിട്ട് തന്നെ ചെക്ക് ചെയ്യേണ്ടി വരും. അത് എന്തെങ്കിലും പൂപ്പലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇലയുടെ വേസ്റ്റ് കാര്യങ്ങളൊക്കെ ആ ഒരു നെറ്റിൻ്റെ ഉള്ളിൽ കുരുങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ അത് അഴിച്ച് ക്ലീൻ ചെയ്തിട്ട് വീണ്ടും തിരിച്ച് കെട്ടി കൊടുക്കേണ്ടി വരും. പിന്നെ ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ പോണ്ടുകളിലൊന്നും ഇത് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം പോണ്ട് ഭൂമി കുഴിച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ അവിടെ ഈ ഒരു സെറ്റപ്പ് നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. ഭൂമിക്ക് മുകളിലേക്ക് സെറ്റ് ചെയ്തിട്ടുള്ള, അതായത് ടാങ്കുകൾ അല്ലെങ്കിൽ റിങ്ങുകൾ പോലുള്ള സംഭവങ്ങളിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു ഓവർഫ്ലോ സൈഫൺ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു സെറ്റപ്പിൻ്റെ പേരെന്താണ് എന്നൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്റ്റാൻഡേർഡായിട്ട് പറയുന്നത് ഇതിനെ സൈഫൺ ഓവർഫ്ലോ സിസ്റ്റം എന്നാണ്. പിന്നെ നമ്മളൊരു ടാങ്കിൽ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിനെ പറയുന്നത് സൈഫൺ ഓവർഫ്ലോ സിസ്റ്റം എന്നാണ്. ഈ സൈഫണെ മാത്രമായിട്ട് വിളിക്കുന്നത് ഓവർഫ്ലോ സൈഫൺ എന്നാണ്. ജസ്റ്റ് നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞേ ഉള്ളൂ. പിന്നെ ഇതുപോലെ നമ്മൾ സൈഫണൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ടാങ്കിലേക്ക് വേണ്ടി നമ്മളൊരു സൈഫൺ ഉണ്ടാക്കുമ്പോൾ അഡീഷണലായിട്ട് ഒരെണ്ണം കൂടിയും ഉണ്ടാക്കി വെക്കുന്നത് നല്ലതാണ്. അതായത് ഓരോ ടാങ്കിലേക്ക് നമ്മൾ ചിലപ്പോൾ ഓരോ അളവിലായിരിക്കും ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരെണ്ണം ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ടാങ്കിലേക്ക് നമ്മൾ അളവെടുത്ത് ഉണ്ടാക്കുമ്പോൾ ഒരെണ്ണം കൂടിയും അഡീഷണൽ നമ്മൾ ഉണ്ടാക്കി വെക്കുന്നത് വളരെ നല്ലതാണ്. കാരണം പെട്ടെന്ന് ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ ഈ ഒരു സൈഫണ് പെട്ടെന്നൊരു ഡാമേജ് വരികയാണെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് മഴക്കാലത്തൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് അഡീഷണലായിട്ട് ഉണ്ടാക്കി വെച്ച് ആ ഒരെണ്ണം കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് നമ്മൾ എമർജൻസി ആയിട്ട് കടയിൽ പോകാനും വാങ്ങിക്കാനും അത് സെറ്റ് ചെയ്യാനൊക്കെ നിൽക്കേണ്ടി വരും. നമ്മൾ എപ്പോഴും അങ്ങനെ ചെയ്യാറുണ്ട്. ഏതെങ്കിലും ഒരു ടാങ്കിലേക്ക് നമ്മൾ ഈ ഒരു സൈഫൺ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ അഡീഷണലായിട്ട് ഒരെണ്ണം കൂടിയും ഉണ്ടാക്കി വെക്കാറുണ്ട്. നമ്മുടെ ഔട്ട്ഡോർ ടാങ്കിൽ നമ്മൾ ഒരു ദിവസം മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ സൈഫൺ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ സൈഫൺ നമ്മൾ ഒരെണ്ണം കൂടി അഡീഷണലായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട്. കാരണം മഴക്കാലത്താണ് ഇതിൻ്റെ മെയിൻ പ്രശ്നം വരുന്നത്. കാരണം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ മഴയൊക്കെ നിർത്താതെ പെയ്യുന്ന സിറ്റുവേഷനാണ്. അപ്പോൾ ഒരെണ്ണത്തിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് അഡീഷണലായിട്ട് ഒരെണ്ണം കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കൊണ്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. സൈഫൺ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നെറ്റിട്ട് കവർ ചെയ്യുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട് വരും. ഇതേപോലെ നമുക്ക് നല്ല രീതിയിൽ വലിച്ചു വെക്കാൻ പറ്റില്ല. കാരണം ഇങ്ങനെ ഒരു കുളത്ത് പോലെയൊക്കെ ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ കൂടെ നെറ്റിട്ട് ഇങ്ങനെ ടൈറ്റാക്കി വെക്കേണ്ടി വരും. അല്ലാതെ നമുക്ക് വലിക്കാനും പറ്റില്ല. കാരണം ഈ സൈഫൺ ഇളകി താഴോട്ട് പോരും. അതുപോലെ ഈ നെറ്റിൻ്റെ ഏതെങ്കിലും ഭാഗം ഈ വെള്ളത്തിൽ തട്ടാനും പാടില്ല. തട്ടിക്കഴിഞ്ഞാൽ വെള്ളം നെറ്റ് വഴി ലീക്കാവും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോസ് മീനുകളെ ഇഷ്ടപ്പെടുന്നവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.